നമസ്കാരം. ട്രെൻഡിന് തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ വീഴ്ചയിൽ പ്രതിഷേധം ശക്തം. സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. യുവതിയുടെ ശരീരത്തിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം പുറത്തുവന്നു. ചികിത്സിച്ച ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് യുവതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ ജയിലിൽ തുടരും. ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. വിധി പറഞ്ഞത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി നീട്ടി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാല ആശ്വാസം. MLAയുടെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. കേസിൽ ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി. പരാതിക്കാരിയെ കക്ഷി ചേർത്തു. ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ VK പ്രശാന്ത് MLA ഓഫീസ് മാറുന്നു. മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്ക് MLA ഓഫീസ് മാറ്റുന്നു. തർക്കം അവസാനിപ്പിക്കാനെന്നും ശാസ്താമംഗലത്തെ കെട്ടിടത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ താനില്ലെന്നും MLAയുടെ നിലപാട്. ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച അപകടം. 1 മരണം, 2 പേർക്ക് പരിക്ക്. അപകടം പുലർച്ചെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ. അപകടത്തിൽപ്പെട്ടത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ഇതര സംസ്ഥാനക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം പുറത്തുവന്നെന്ന ആരോപണം. സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട യുവതി പരാതി നൽകി. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശി ദേവിയാണ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയത്. ഒക്ടോബർ 10-നാണ് വയനാട് മെഡിക്കൽ കോളേജിൽ 21-കാരിയായ യുവതിയുടെ പ്രസവം നടന്നത്. സുഖപ്രസവമായതിനാൽ 23-ന് ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്തു. ഇതിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തി 2 തവണ ഡോക്ടറെ കണ്ടിരുന്നു. കുഴപ്പമില്ലെന്നും വെള്ളം കുടിക്കാത്തതിലുള്ള പ്രശ്നമാണെന്നും പറഞ്ഞ് യുവതിയെ മടക്കി അയക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ശരീരത്തിൽ നിന്നും തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്. 20-ാം തീയതി പ്രസവിച്ചാണ്. എന്നിട്ട് 75 ദിവസം വരെ ഈ വയറ്റിൽ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി, എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങ് നമ്മളെ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. എന്നിട്ടും ഡോക്ടറോട് പറഞ്ഞപ്പോൾ വെള്ളം കുടിക്കാതെ സ്മെല്ല് വന്നെന്ന് പറഞ്ഞു. 2 തവണ വേദനയുമായി പോയപ്പോഴും സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്താൻ ഡോക്ടർ തയ്യാറായില്ല. തുണിക്കഷ്ണം പുറത്തുവന്ന ശേഷമാണ് സ്കാനിംഗ് നടത്തിയത്. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ ഇത്ര അസഹ്യമായ വേദന അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലെന്നും ജീവൻ തിരിച്ചുകിട്ടിയത് ഭാഗ്യമായിട്ടാണ് കരുതുന്നതെന്നും യുവതി പറഞ്ഞു. ഡോക്ടറുടെ ശ്രദ്ധക്കുറവിനാലാണ് ഈ അവസ്ഥയുണ്ടായതെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് ദേവിയുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, വയനാട്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം. പ്രസവം കഴിഞ്ഞ യുവതിയുടെ ശരീരത്തിൽ നിന്ന് കോട്ടൺ തുണി പുറത്തുവന്ന സംഭവത്തിലാണ് DMOയുടെ നിർദ്ദേശമുള്ളത്. യുവതി മന്ത്രി OR കേളുവിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. രക്ഷാകർത്താവും അതിന്റെ സംരക്ഷകനുമൊക്കെയായാണ് OR കേളുവിനെ നമ്മളൊക്കെ കണ്ടത്. അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിനുള്ള ആത്മാർത്ഥതയുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചത്. അങ്ങനെയായിരുന്നു നമുക്കൊക്കെ വിശ്വസിക്കാൻ താല്പര്യം. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2025-26 പദ്ധതി വർഷത്തിൽ, ആ സാമ്പത്തിക വർഷത്തിൽ ക്രമം നമ്പർ 1032 പ്രകാരം മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിന്റെ CT സ്കാൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി 1,05,00,000 രൂപയും പ്രൊവിഷൻ സംഖ്യ കൂടി ഉൾപ്പെടുത്താൻ 20% ഉൾപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനമെടുത്തിരുന്നു. തൊണ്ടർനാടിന്റെ ഏറ്റവും അനിവാര്യമായ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി 1 കോടി രൂപ ആ കെട്ടിട നിർമ്മാണത്തിനും അനുവദിച്ചിരുന്നു. ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ, മറ്റ് പദ്ധതികളിലേക്ക് ഫണ്ട് വകയിരുത്താമെന്ന് കരുതുകയും
ആ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തലപ്പുഴ പഞ്ചായത്തിലെ കാട്ടേരിക്കുന്നിലെ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി കേളു ഇവിടത്തെ ഈ 2 പദ്ധതികൾ ക്യാൻസലാക്കി. അതിൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് മാനന്തവാടിയിലെ CT സ്കാൻ പ്രവൃത്തിയില്ലാതായിട്ട് ഇപ്പോഴും നമ്മൾ മറ്റു സ്ഥാപനങ്ങളെ ഈ നാടിന്റെ നേരവകാശികളായ ഉന്നതിയിലെ സഹോദരങ്ങൾ പോലും പൊറുതിമുട്ടുമ്പോ ഉന്നതിയിൽ നിന്ന് വന്ന OR കേളു മന്ത്രി ആ പദ്ധതി ക്യാൻസലാക്കി CT സ്കാൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് പകരം പാലം നിർമ്മാണത്തിന് വകമാറ്റിയ രേഖ വകുപ്പ് മന്ത്രിയുടെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പകർപ്പിന്റെ കോപ്പിയാണ് ഈ മാധ്യമ ലോകത്തോടും ഈ മാനന്തവാടിക്കാരോടും ഈ നാട്ടിലെ സാധാരണ ജനവിഭാഗങ്ങളോടും ഞങ്ങൾ രേഖാപരമായി സമ്മതിക്കുന്നത്. ജിൻസ് ഉണ്ട് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി. ജിൻസ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നോ? ഒടുവിൽ സംഘർഷത്തിലേക്കാണോ അവസാനിച്ചത്? ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ടോ? നീത, പ്രസവം കഴിഞ്ഞ് 75 ദിവസത്തിന് ശേഷമാണ് ഈ യുവതിയുടെ ശരീരത്തിൽ നിന്നും ഈ തുണി പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവത്തിലാണ് പ്രതിഷേധം ശക്തമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജിൽ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായി എന്നാരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊടുവിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് നേരിയ തോതിൽ ലാത്തി വീശി പിന്നീട് 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ സംഭവ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. BJPയും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ഈ 21-കാരിയായ യുവതി പ്രസവം നടത്തുന്നത്. അതിനുശേഷം 75 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ശരീരത്തിനുള്ളിൽ തുണി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന സാഹചര്യമുണ്ട്. മന്ത്രി OR കേളു ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DMOയ്ക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നടപടി എടുക്കുന്നതുവരെ അതിശക്തമായ സമരം തുടരും എന്നുള്ളതാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. നേതാക്കളൊക്കെ അങ്ങോട്ട് എത്തിയ കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ഡോക്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ് ഇവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? ഇത് നിലവിൽ ഇതിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് ഉണ്ടായിട്ട് പോലും വേണ്ട അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മാർച്ചുമായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് സൂപ്രണ്ടിനെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും നടപടി എടുക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനുമാണ് യൂത്ത് കോൺഗ്രസ് എത്തിയത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമയത്ത് തന്നെ പോലീസ് ഈ മേഖലയിലെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നേരിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസ് നേരിയ തോതിൽ ലാത്തി വീശുന്നു. പിന്നീട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒഴിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ വീണ്ടും പ്രവർത്തകർ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, ജിൻസാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ ലേഖ രാജീവൻ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. നമസ്കാരം ശ്രീ ലേഖ. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? പ്രതിഷേധം അവസാനിച്ചു. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ 21 വയസ്സുള്ള ഒരു സഹോദരി പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും അത് 74 ദിവസം പിന്നിടുമ്പം അവരുടെ വയറിൽ അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവർ പരിശോധിച്ചപ്പോൾ അവരുടെ വയറിൽ അവര് വെച്ചിരുന്ന കോട്ടൺ തുണി ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർ 2 തവണ അവർ അസ്വസ്ഥമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിന് പ്രകാരം അവർ കഴിഞ്ഞ 30-ന് കേസ് അവര് പരാതി കൊടുക്കുകയും ആ പരാതി അന്വേഷിക്കാൻ സൂപ്രണ്ട് പറഞ്ഞത് ഏതോ ഒരു ഹാളിൽ വെച്ചിട്ട് വിചിത്രമായ രീതിയാ ഏതൊരു ഹാളിൽ വെച്ചിട്ട് ഹിയറിങ്ങിന് അവരെ വിളിച്ചു. അപ്പൊ അത് അന്വേഷിച്ചെന്ന് നമ്മളോടൊക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സൂപ്രണ്ട് ഉണ്ടായിരുന്നത്. സൂപ്രണ്ട് പറഞ്ഞത് ആ സ്ത്രീ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സ തേടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലേ എന്നൊക്കെ രീതിയിലാണ് സൂപ്രണ്ട് സംസാരിച്ചത്. മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എപ്പോഴും ഒരു നിരുത്തരവാദത്തിന്റെ അല്ലെങ്കിൽ ഒരു അനീതിയുടെ ഒരു മുഖപത്രമാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ.
അവിടെ ചെല്ലുന്ന എല്ലാ രോഗികളെയും റഫർ ചെയ്യുന്ന റഫറൽ ഹോസ്പിറ്റലായിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെതിരെ ആ സ്ത്രീക്ക് നീതി കിട്ടുന്നത് വരെ, കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടുന്നത് വരെ ഞങ്ങൾ ഈ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിച്ചു തന്നെ ഉള്ളൂ. അവരുടെ കൂടെ തന്നെ ഉണ്ടാകും, ആ സഹോദരിയുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇന്നിപ്പോ ഈ പ്രതിഷേധവുമായിട്ട് ചെന്നിട്ടും അവിടെ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചിരുന്നോ? എന്താണ് ഈ സംഭവിച്ചതെന്നുള്ള അവരുടെ ഒരു ഭാഗത്തുനിന്ന് അവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അവര് പറയുന്നത് DMO ആയിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് ഇതാണ്, അവര് പരാതി തന്നത് 30-നാണ്, അതിപ്പോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതിന് ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത്. അല്ല, അപ്പോഴും പരാതി ലഭിച്ചു, ഒക്കെ അത് അന്വേഷിക്കണം. അതല്ല, എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചത്, അതിൽ ആരുടെ വീഴ്ചയാണെന്നുള്ള കാര്യം അവർ പറയുന്നില്ല. അതൊന്നും അവർ വിശദീകരിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവര് പറഞ്ഞത് ഇന്ന് അവർ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്, അവരത് അന്വേഷിച്ചതിന് ശേഷം തൊട്ട സമയം തന്നെ മറുപടി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ വിളിപ്പിക്കും, അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വിളിപ്പിച്ച് അന്വേഷിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ചികിത്സിച്ച ഡോക്ടർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്. ശരി, എന്തായാലും പ്രതിഷേധം ഇനിയും തുടരും അല്ലേ? ഇവർ ഇങ്ങനെ ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്താത്തടത്തോളം സമയം എന്താണ് സംഭവിച്ചതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ പറയേണ്ടതാണ്. അത് ഇതുവരെയും പറഞ്ഞിട്ടുമില്ല അല്ലേ? ശരി, മഹിളാ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ അവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ തൽക്കാലം ആ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തുണ്ടായ തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങളിലെങ്കിലും അവർ വ്യക്തത വരുത്തേണ്ടതാണ്. അത് കൃത്യമായി തന്നെ അവർ അറിയിക്കുകയും വേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഒരു കാര്യങ്ങൾ പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രതിഷേധം തൽക്കാലമെങ്കിലും അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു, പോലീസ് അവരെ നീക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നും മനസ്സിലാവുന്നു. നിലവിലിപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ വയനാട് മെഡിക്കൽ കോളേജിൽ ഈ 21-കാരി പ്രസവിക്കുന്നത്. അവിടെ അതിനുശേഷം 23-ാം തീയതി തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. പിന്നീട് പോയതിനു ശേഷമാണ് ഈ പെൺകുട്ടിക്ക് അസഹ്യമായൊരു വേദന അനുഭവപ്പെടുന്നത്. പിന്നീടാണ് ഡോക്ടറിനെ ഇപ്പോൾ പ്രതികരിക്കാനായി ഈ യുവതിയുടെ സഹോദരി ടെലിഫോണിൽ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആദ്യ സമയം മുതൽ തന്നെ ഈ പെൺകുട്ടിക്ക് വേദന ഉണ്ടായിരുന്നോ? പിന്നീട് ആശുപത്രിയിൽ പോകുമ്പോൾ എന്താണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്? അവര് പറഞ്ഞു വെള്ളം കുടിക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണ്, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടുക ചെയ്തത്. അവള് വയറുവേദന എന്ന് പറയുമ്പോഴേ അവര് PV ചെയ്തിട്ട് വിടുക ചെയ്തത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് പരിശോധന ശേഷവും ഈ തുണി അവർക്ക് കണ്ടെത്താനായിട്ടുമില്ല. 25 ദിവസത്തിന് ശേഷം ഇത് പുറത്തേക്ക് തനിയെ വരുമായിരുന്നു. ഈ ഡോക്ടർ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല. എത്ര ദിവസത്തിന് ശേഷമാണ് വേദനയായിട്ട് വീണ്ടും പോകുന്നത്? പ്രസവിച്ചു കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി അല്ലേ പ്രസവിച്ചത്? ഒക്ടോബർ 20. 10 ദിവസത്തിന് ശേഷം തന്നെ ചെല്ലുമ്പോഴും ഇവർ വെള്ളം കുടിക്കാത്തതിന്റെ ആണെന്നാണല്ലേ പറഞ്ഞത്? വെള്ളം കുടിക്കാത്തതിന്റെ ആണെന്നാണ് പറഞ്ഞത്. സ്മെല്ലുണ്ടായിരുന്നു പറഞ്ഞിടമായിരുന്നു കൊടുത്തു വിടുക ചെയ്തത്. എന്താ സംഭവിക്കുന്ന, അല്ലെ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊന്നും അവർ പറയുന്നില്ലായിരുന്നു അല്ലേ? ഇല്ല. ആ യുവതിയോട് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ നേഴ്സുമാര് പറഞ്ഞു ഇതേപോലെ എല്ലാരും വന്ന് പ്രസവിക്കുന്നതാണ്, നിങ്ങൾ മാത്രമല്ല ഇവിടെ വന്ന് പ്രസവിക്കുന്നേ, അങ്ങനെയുള്ള രീതിക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞു അവളോട്. ശരി, ഇപ്പൊ ഇന്ന് എന്തായാലും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൽ അന്വേഷിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് അവിടുത്തെ ഡോക്ടർമാർ തന്നെയാണ് ഇതിൽ പറയേണ്ടത്. ഇത് ഈ പെൺകുട്ടിയെ ചികിത്സിച്ച അല്ലെങ്കിൽ പ്രസവം എടുത്ത ആ ഡോക്ടർ തന്നെയാണ് ഇതിൽ പറയേണ്ടത്. അവരൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ പറയൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. എന്തായാലും ആ പെൺകുട്ടിയുടെ സഹോദരിയാണ് സംസാരിച്ചത്. ഈ 10 ദിവസത്തിന് ശേഷം തന്നെയാണ് ഈ വേദനയുമായി വീണ്ടും ചെല്ലുന്നത്. അപ്പോഴും ഡോക്ടർമാർ എന്താണ് കാര്യം, അല്ലെങ്കിൽ കൃത്യമായൊരു അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്.
വെള്ളം കുടിക്കാത്തതിൻ്റെ കുറവാണെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും പറയുന്നുണ്ട് അസഹ്യമായ വേദനയാണ് എന്നുള്ളത്. പ്രസവം കഴിയുമ്പോൾ അത് നോർമൽ ഡെലിവറി ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം വേദന വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അവർ നോക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, മറ്റ് സ്ത്രീകളും വന്ന് പ്രസവിച്ചിട്ട് പോകുന്നതാണ് എന്നുള്ളൊരു ഡയലോഗും കൂടി പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ആ സഹോദരി പറയുന്നത്. എന്താണ് ഇതിൽ ആരുടെ പിഴവാണ്, എന്താണ് ചികിത്സയിൽ സംഭവിച്ചത്, പ്രസവത്തിനിടയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ SS ലാൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ SS ലാൽ. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു യുവതി പ്രസവിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, 10 ദിവസത്തിന് ശേഷം അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. പിന്നീട് 10-17 ദിവസത്തിന് ശേഷം ഒരു വലിയ കെട്ട് തുണി ആ കുട്ടിയുടെ വയറ്റിൽ നിന്നും വരികയാണ്. എന്താണിതിൽ ആരുടെ ഭാഗത്ത് തെറ്റ്, എന്താണ് സംഭവിച്ചത്? ഇതിപ്പോ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ രോഗിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. ആശുപത്രികളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, അസുഖം വരുന്നവന് അവന്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. പ്രസവമായാലും ആ പ്രസവം എന്നുള്ള ആ പ്രൊസീജിയർ കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടിയാണ് ആശുപത്രി. അപ്പോൾ രോഗിയുടെ സൈഡിൽ നിന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അതൊരു വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇതെന്താ അപകടമാണ് സംഭവിക്കാവുന്നത്. അപ്പൊ അത് പാടില്ലാത്തതാണ്. അതൊരു തെറ്റ് തന്നെയാണ്. മെഡിക്കൽ രംഗത്ത് ഉണ്ടാകുന്നത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് ന്യായം. പിന്നെ രണ്ടാമത് ഇതിൽ സംഭവിക്കുന്നത് പലപ്പോഴും ഒരുപോലെ തന്നെ തിരക്കും ബഹളവും പിന്നെ അശ്രദ്ധയിലെല്ലാം ഇത് ചേർന്ന് വരാറുണ്ട്. അപ്പൊ ആശുപത്രികളിലെ കൃത്യമായ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഉറപ്പുവരുത്താനുള്ള അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് തിരക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ആശുപത്രി തിരക്കിന്റെ എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഈ ഒരു ആശുപത്രിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ എത്രയോ ഇരട്ടി ലോഡ് ഇൻകൂടി പ്രസവത്തിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടപെടുകയാണ്. താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ട് താങ്കളിലേക്ക് വീണ്ടും എത്താമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് മെഡിക്കൽ തെറ്റ് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് ഡോക്ടറായ അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെയാണ്, ഇതേ മാനന്തവാടി ആശുപത്രിയിലെ ഈ പ്രസവം നടത്തിയ ആ ഡോക്ടർമാർ തന്നെയാണ് പറയേണ്ടത്. അവരുടെ ഭാഗത്തുണ്ടായ തെറ്റാണെങ്കിൽ അത് കൃത്യമായി തന്നെ അവർ പറയേണ്ടതാണ്. ഒരു പെൺകുട്ടിക്ക് വേദനയുമായി അവൾ വരികയാണ്, അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നതല്ലാതെ കൃത്യമായ ഒരു പരിശോധന നടത്താതിരുന്നത് അവരുടെ അനാസ്ഥ തന്നെയാണ്. എത്രയോ രോഗികൾ ഇവിടെ വരുന്നതാണ് എന്നുള്ളൊരു മറുപടിയല്ല അതിൽ വേണ്ടത്. എന്താണ് ഈ പെൺകുട്ടിക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണമെന്ന് ഡോക്ടർമാർ തന്നെയാണ് അത് നോക്കേണ്ടതും. അത് ഡോക്ടർമാർ തന്നെയാണ് അതിൽ കൃത്യമായി തന്നെ അതിൽ പരിശോധന നടത്തി വേണ്ട ചികിത്സ ലഭ്യമാക്കേണ്ടതും. പക്ഷെ അതാണ് ഇവിടെ സംഭവിക്കാതിരുന്നത്. അതിൽ തന്നെയാണ് ഇത്രത്തോളം വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നതും. വലിയ അസഹ്യമായ വേദനയെ തുടർന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇനി നിലവിൽ ഈ ഒരു ഇപ്പോൾ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്താണ്, ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനെല്ലാം ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അതിലൊരു പ്രതികരണം വരേണ്ടത്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ SS ലാൽ തുടരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഡോക്ടർ തുടരാം. നേരത്തെ ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. ഓക്കെ. ഞാൻ പറഞ്ഞത് രോഗിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതുപോലെ ദൗർഭാഗ്യം സംഭവിക്കാൻ പാടില്ല. ഈ എററുകൾ ഇല്ലാതെ വരേണ്ട ഒരു ആവശ്യമാണ്. കാരണം കേരളം പോലത്തെ സംസ്ഥാനം ആരോഗ്യത്തിന്റെ കാര്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിലാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത് തുടർന്നും അങ്ങനെ ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ആശുപത്രികളുടെ തിരക്ക് കാരണം ഒരുപാട് ഒരു ഡോക്ടർക്കോ നഴ്സിനോ ഒക്കെ താങ്ങാവുന്നതിന്റെ എത്ര ഇരട്ടി രോഗികൾ കൊണ്ട് വരുമ്പോൾ അവിടെ ഇത്തരം പ്രശ്നമുണ്ട്. കേരളത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അത്തരം തിരക്കുകളിൽ പെട്ടുപോകുന്നത് കൊണ്ടാകാം
അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഒരു കാര്യം ഇതിൽ പറഞ്ഞോട്ടെ, ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് പറയുകയാണ്. ഇതിൽ ആ പെൺകുട്ടിയുടെ സഹോദരി നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പ്രസവിച്ച് 10 ദിവസത്തിന് ശേഷമാണ് ഈ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകുന്നത്. പക്ഷെ അപ്പോഴും ഒരു വേണ്ട രീതിയിലുള്ളൊരു പരിശോധനയൊന്നും അവിടെ നടന്നില്ല. വെള്ളം കുടിക്കാത്തതിൻ്റെ ആകും എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. അത് മാത്രമല്ല, അവർ പറയുമ്പോൾ ബാക്കി നേഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിന് മുൻപും കുറേ സ്ത്രീകൾ ഇവിടെ വന്ന് പ്രസവിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു മറുപടി കൂടി അവർ പറഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരു വേദനയുമായി താങ്കൾ പറഞ്ഞതുപോലെ ഡോക്ടർമാരെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു ആശുപത്രിയെ വിശ്വസിച്ച് നമ്മൾ ചികിത്സയ്ക്കായി പോകുമ്പോൾ കൃത്യമായ രീതിയിൽ അത് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ പോകുന്നത്. തീർച്ചയായും അങ്ങനെ മോശമായി പെരുമാറിയാൽ അത് ദൗർഭാഗ്യകരമാണ്, നടപടിയെടുക്കേണ്ടതുമാണ്. ആശുപത്രികളിലെ തിരക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അത് രോഗിയോട് മോശമായി പെരുമാറാൻ, കൂടെ ഉള്ളവരോട് മോശമായി പെരുമാറാനുള്ള ഒരു അവകാശമല്ല. കാരണം ഇത് അവരുടെ ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത്. അവിടുത്തെ എല്ലാ സ്റ്റാഫിന്റെ ശമ്പളം ജനങ്ങളുടെ ടാക്സാണ്. ജനങ്ങൾക്ക് അസുഖം വരുന്നത് കൊണ്ടാണ് ആശുപത്രികൾ വേണ്ടി വരുന്നത്. ജനങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരാളുടെ മോശമായി പെരുമാറുന്ന ഒരു റൈറ്റും ഇല്ല. അത് തെറ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അത് പല ആശുപത്രികളിൽ കാണുന്നുണ്ട്, പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു നീതീകരണമില്ല. അല്ല, അങ്ങനെ പറ്റാത്തവർ ജോലി എടുത്തിട്ട് പോകണം. തിരക്കുള്ള ആശുപത്രിയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. സർക്കാർ ആവശ്യം ഡോക്ടർമാരെ നഴ്സുമാരെയൊക്കെ നിയമിക്കുന്നില്ല, ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 30% പേരാണ് സർക്കാർ ആകെ നോക്കുന്നത്. അപ്പൊ അവിടെ വരുന്നവരോട് സർക്കാരിനോടുള്ള ദേഷ്യം രോഗി ഡോക്ടറോടും, ഡോക്ടർ രോഗിയോട്, അല്ലെങ്കിൽ സ്റ്റാഫ് രോഗിയോട് തിരിച്ചുകൂടാ. അത് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പരമാവധി മര്യാദയ്ക്കും അവരോട് അനുകമ്പയോടും കൂടി പെരുമാറാന്നുള്ളതാണ് മെഡിക്കൽ എത്തിക്സ്. അപ്പൊ ഒരുപാട് പേര് പ്രസവിച്ചു, അത് നമ്മുടെ കുടുംബാംഗത്തോടാണ് അങ്ങനെ വരി പറയില്ല. ചിലപ്പോ ഈ ചില തർക്കങ്ങളുടെ അത്തരം വരികൾ വരുമെങ്കിലും ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല. ഞങ്ങളെ മെഡിക്കൽ കോളേജ് പഠിച്ചതിൽ തന്നെ നമ്മളെ തല്ലിയ ഒരാളെ പോലും നമ്മൾ തിരിച്ചു തരാൻ പറ്റില്ല. അയാളുടെ രോഗാവസ്ഥ നോക്കാം. നമ്മളെ തല്ലിയ ആള് തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അപകടമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ രോഗിയാണ്, നമ്മളെ തല്ലിയ ആളല്ല. അയാൾക്ക് ഏതൊരാൾക്കും കൊടുക്കുന്ന ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ രോഗികളെ മോശമായി പെരുമാറുന്ന ഒരു കാരണത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ മാറി വരേണ്ടതുണ്ട്. സർവീസിനകത്ത് തന്നെ പരിശീലനവും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ ഒരുപാട് കൊടുക്കേണ്ടതുണ്ട്. ഒക്കെ നടക്കുന്നേ ഇല്ല. മനുഷ്യരുടെ തിരക്കുകൾ 2 സൈഡിലും മനസ്സിലാക്കണം. പക്ഷെ രോഗി ആണ് ഏറ്റവും പ്രധാനം. ആശുപത്രിയിൽ പ്രധാന ആ രോഗിയാണ്. ആ രോഗിയാണ് വിജയിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൂ. രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ സ്ഥാപനം നടത്തുന്നത്, ആശുപത്രി നടത്തുന്നത്. രോഗാവസ്ഥ വരുമ്പോൾ ഡോക്ടർമാരും രോഗികളായിട്ട് വരാറുണ്ട്, നഴ്സുമാരും വരാറുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ രോഗികളാണ്. അല്ല, 2 വിഭാഗമല്ല. രോഗികളോട് അസുഖമായി വരുന്നവരോട് ഏറ്റവും അനുകമ്പയോടുകൂടി പെരുമാറാൻ ബാധ്യസ്ഥരാണ്. ഇല്ലാതെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ അതിന്റെ ചെയ്യപ്പെടേണ്ടതാണ്. മറ്റ് തുണി അകത്ത് പോയതൊക്കെ ചിലപ്പോൾ അതും പറ്റിക്കിടാത്താണ്. പലപ്പോഴും ബ്ലീഡിംഗ് ഒക്കെ നിർത്താനായിട്ട് ഒരുപാട് ഇതുപോലത്തെ നമ്മുടെ ഗ്ലാസിപ്പോ സാധനങ്ങൾ, പഞ്ഞിപ്പോ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. വെറും തുണിയല്ല, അതിനുള്ള സർജിക്കൽ തുണികളാണ്. അല്ലെങ്കിൽ അത് രക്തസ്രാവം നിർത്താനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് തിരിച്ച് അതിന്റെ കൗണ്ട് അനുസരിച്ച് തിരിച്ചത് മാറ്റുകയും അകത്തൊന്നുമില്ല ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാം ഉണ്ട്. അത് ആരോഗ്യ പ്രവർത്തകർക്കുണ്ട്. അതിനകത്തൊരു സ്പെഷ്യൽ പറ്റിയിട്ടുണ്ട്. അത് നീതീകരിക്കാവുന്നതല്ല. രോഗികളുടെ സൈഡിൽ നമ്മൾ എല്ലാവരും നമ്മുടെ അസുഖം കംപ്ലീറ്റ് മാറണമെന്നും ഒരാളെ ഉണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആശുപത്രി പോയി ഞാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവനവന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകും. വേറൊരാളുടെ ഒരു അനുകമ്പയോടെ പെരുമാറാൻ മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതാണ്. ഈ പ്രശ്നം ഉണ്ടായിട്ട് പെരുമാറ്റത്തിനും മോശം ഉണ്ടായിട്ടുള്ള ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അത് യാതൊരു ദയ അറിയിക്കുന്നില്ല അത്തരക്കാർ. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒന്ന് മാറേണ്ട കാലങ്ങളെല്ലാം അതിക്രമിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഒന്നും എന്തായാലും ഒറ്റപ്പെട്ടതല്ല എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. വളരെ നന്ദി ശ്രീ ഡോക്ടർ SS ലാൽ പ്രതികരിച്ചതിന്. വയനാട്ടിലെ ഈ ഒരു സംഭവം, ഇതിൽ ഇനി അന്വേഷണം നടക്കുന്നുണ്ട്. കൃത്യമായൊരു അന്വേഷണവും നടപടികളിലേക്കും ഒക്കെ പോകുമെന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. എത്രയൊക്കെ നടപടികളിലേക്ക് പോയാലും ആ പെൺകുട്ടി ആണ് വേദന അനുഭവിച്ചത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയേണ്ട അവകാശം ആ പെൺകുട്ടിക്കുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിശോധന എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വരും സമയങ്ങളിൽ അറിയാം. മറ്റു വാർത്തകളിലേക്ക്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിനുള്ള വിലക്ക് തുടരും. കേസിൽ ജനുവരി 21 വരെ രാഹുലിന്റെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയുടേതാണ് നടപടി.
പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലാണ് ഈ മാസം 21 വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി നടപടി. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തിട്ടുണ്ട്. കേസിൽ തന്നെയും കക്ഷി ചേർക്കണമെന്ന അപേക്ഷയുമായി പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ ഈ നീക്കം. മറുപടി സത്യവാങ്മൂലം നൽകാൻ പരാതിക്കാരിക്ക് 2 ആഴ്ചത്തെ സാവകാശവും കോടതി നൽകിയിട്ടുണ്ട്. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകരുതെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചാണ് അതിജീവിത മറുപടി സത്യവാങ്മൂലം നൽകുക. രാഹുലിനെതിരായ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ 21-ന് വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക. തന്നെ രാഹുൽ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്നാണ് രാഹുലിനെതിരായ ആദ്യ പരാതി. സി മലയാളം ന്യൂസ്, കൊച്ചി. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചതായി VK പ്രശാന്ത് MLA. വിഷയത്തിലെ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടു. മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. ഓഫീസ് മാറാനെടുത്ത തീരുമാനം വ്യക്തിപരമാണെന്ന് VK പ്രശാന്ത് വ്യക്തമാക്കി. ഇപ്പോഴത്തെ ഓഫീസിൽ നിന്ന് അധികം അകലെയല്ലാതെ മരുതൻകുഴിയിലാണ് പുതിയ ഓഫീസ്. 7 വർഷം പ്രശ്നങ്ങളില്ലാതെയാണ് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ തന്റെ ഓഫീസ് പ്രവർത്തിച്ചത്. ഓഫീസ് വാടക സംബന്ധിച്ച് കുപ്രചാരണം നടന്നു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ചിലർ ഈ സന്ദർഭം വിനിയോഗിച്ചത്. 25,000 രൂപ താൻ എഴുതിയെടുക്കുന്നു എന്ന് പ്രചാരണം നടത്തി. അങ്ങനെ ഒരു അലവൻസ് ഇല്ലെന്ന് മാധ്യമങ്ങൾ വ്യക്തത വരുത്തിയിട്ടും കുപ്രചാരണം തുടരുകയാണ്. മുൻ മേയർ എന്ന നിലയ്ക്കാണ് MLA ഓഫീസിന് കുറഞ്ഞ വാടക നിശ്ചയിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചത്. കോർപ്പറേഷൻ അത് അംഗീകരിച്ച് അനുവദിച്ചത് വലിയ തെറ്റ് എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിച്ചതെന്നും VK പ്രശാന്ത് പറഞ്ഞു. ശാസ്തമംഗലത്തെ പുതിയ കൗൺസിലറായി മുൻ DGP R ശ്രീലേഖ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഓഫീസ് വിവാദമുണ്ടായത്. കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കാൻ MLA ഒഴിയണമെന്ന് BJP കൗൺസിലറായ ശ്രീലേഖ ആവശ്യപ്പെടുകയായിരുന്നു. വിവാദമായതോടെ പിന്നീട് ഇരുഭാഗത്തും വ്യക്തത വരുത്തലുകൾ ഉണ്ടായെങ്കിലും വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചകൾ തുടർന്നു. ഓഫീസ് മാറാനെടുത്ത തീരുമാനത്തോടെ തത്കാലം കാര്യങ്ങൾ ശാന്തമാകുമെന്നാണ് പ്രശാന്തിന്റെ പ്രതീക്ഷ. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ. അമ്പലക്കാവിൽ കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ ശില്പയും 5 വയസ്സുള്ള മകനുമാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ആമ്പലക്കാവിൽ കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ ശില്പയെയും 5 വയസ്സുള്ള മകനെയുമാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. നേരം പുലർന്ന ശേഷവും ശില്പ കിടപ്പുമുറിയിലെ വാതിൽ തുറക്കാതെയായപ്പോഴാണ് വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ജനൽ ചില്ല പൊളിച്ചു നോക്കിയത്. തുടർന്നാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാവാം ശില്പ ജീവനൊടുക്കിയത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഭർത്താവിന്റെ വീട്ടിലാണ് യുവതിയും മകനും ജീവനൊടുക്കിയിരിക്കുന്നത്. ഭർത്താവ് മോഹിത്ത് ആരോഗ്യ പ്രശ്നങ്ങളാൽ തൊട്ടടുത്ത മുറിയിലായിരുന്നു സംഭവ ദിവസം കിടന്നിരുന്നത്. ഭർത്താവ് മോഹിത്ത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനാണ്. മരണപ്പെട്ട ശില്പ PSC ഉദ്യോഗാർത്ഥിയുമാണ്. പേരുമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തൃശൂർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.